എടാ വിജയ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഞാൻ പോളിടെക്നിക് ഹാർഡ്വെയർ ഗ്രാജുവേഷനാണ്. അപ്പോൾ അതിൽ എനിക്ക് മെല്ലെ മെച്ചപ്പെട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഡെവലപ്മെൻറ്റ് സൈഡിലേക്ക് കയറാമെന്ന് വെച്ചു. എന്നിട്ട് പൈത്തൺ, നമുക്ക് നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പൈത്തണിലോട്ട് വേഗം ബിഗിനറായിട്ട് വേഗം പഠിച്ചെടുക്കാൻ എളുപ്പമാണെന്ന് വെച്ചു. ബെസ്റ്റ് IT ട്രെയിനിങ് സെൻറ്റർ ഏതാണെന്ന് സെർച്ച് ചെയ്ത് പൈത്തണിൻ്റെ വൺ ടീം സൊല്യൂഷൻസ് ആണ് ഞാൻ കണ്ടത്. ഫസ്റ്റ് ഒന്നും എനിക്ക് എൻ്റെ കിളിക്കൂടൊക്കെ പോയി. പിന്നെ മെല്ലെ ഇവിടുത്തെ ട്രെയിനേഴ്സ് പിന്നെ സ്റ്റാഫ്സ് എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ആ ട്രാക്കിലേക്ക് കയറാൻ പറ്റി. എന്താണ് ഇതിൻ്റെ ലോജിക്ക് കിട്ടിയാൽ നമുക്ക് പഠിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അത് പഠിച്ച ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇൻ്റർവ്യൂസിൻ്റെ സെക്ഷനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്ന ഭാഗം. അത് 2 ഇൻ്റർവ്യൂ ഫുൾ തോൽവിയായിരുന്നു. എനിക്ക് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പോലും നേരെ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇവിടുത്തെ HR ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എങ്ങനെ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ മെല്ലെ പഠിച്ചെടുത്ത് അവരെങ്ങനെയാണ് ഇത് ക്രാക്ക് എന്നുള്ള ടിപ്സൊക്കെ വരുന്ന ട്രെയിനിങ് ഉണ്ട്, HR ട്രെയിനിങ് ഉണ്ട് എല്ലാ വീക്കിലും. അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴാണ് ഞാൻ മെല്ലെ അപ്ഗ്രേഡ് ആയി വന്നത്. അപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫിയറും എനിക്കൊരു കോൺഫിഡൻസും കൂടി വന്നു. പിന്നെ ഇവിടുത്തെ ഇന്റേൺഷിപ്പ് ചെയ്തതോട് കൂടിയിട്ട് എനിക്ക് എന്ത് കിട്ടിയാലും സോൾവ് ചെയ്യാന്നുള്ള രീതിക്ക് ആയപ്പോൾ എനിക്ക് പിന്നെ ഫുൾ കോൺഫിഡൻസ് ആയി.